ഉൺസിങ്ങും ഇപ്പോൾ ഒരാളുമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തുകയാണ്. ഇയാളെ ആയിരുന്നു ചെയർമാന്റെ സീക്രട്ട് ഫണ്ടൊക്കെ അന്വേഷിക്കുവാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നതും. ആ ഒരു പണമാകട്ടെ മലേഷ്യയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും, പക്ഷെ ചെയർമാൻ ഏർപ്പാടാക്കിയ ആളാകട്ടെ ആ ഒരു പണം എല്ലാം തന്നെ ബാങ്കിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഉൺസിങ്ങിനെ അയാൾ അറിയിക്കുകയാണ്. ഏകദേശം 9,000 ബില്യൺ വോൺ വരും ആ ഒരു തുക എന്ന കാര്യം കൂടി അറിയിക്കുന്നു. അവിടെ നിന്നും പണം എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്തുവാനായിട്ട് ഉൺസിങ്ങും അയാളെ ചുമതലപ്പെടുത്തുന്നു. ഹിനുവിന്റെ അച്ഛനും ഹെയിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഒരു കടയിലൊക്കെ പോയി ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നീ നന്നായി തന്നെ ഫുഡ് കഴിക്കണം. നിന്റെ ശക്തി കാരണമായിരിക്കും നിന്റെ കുട്ടികൾക്ക് ഒരു ശക്തിയൊക്കെ ലഭിക്കുക എന്നൊക്കെ അച്ഛനോട് ഹിനുവിന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും, ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെ ഒന്നും തന്നെയല്ല. എന്റെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നതും എന്റെ മക്കളും എന്നെ ആശ്രയിക്കാതാണ് ജീവിച്ചുകൊണ്ട് വരുന്നത്. എന്റെ മകൾ മരിക്കുവാനായിട്ട് കിടക്കുകയാണ്. ഞാനും അവളോട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമെന്നൊരു വിശ്വാസമൊന്നും എന്റെ ഉള്ളിൽ ഇല്ല എന്ന് കൂടി അച്ഛൻ അറിയിക്കുന്നു. നമ്മുടെ മക്കളുടെ ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നീ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് വളരെയധികം ഷൈൻ ചെയ്തൊക്കെ നിൽക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഹ്യുനൂര് അച്ഛൻ അറിയിക്കുന്നത്. ഹെയ്നെ കുറിച്ച് ആളുകൾ എഴുതിയിട്ടുള്ള കമന്റ്സ് ഒക്കെ സെക്രട്ടറിനായും വായിച്ചു കളിപ്പിക്കുകയാണ്. ഇത്രയും അസുഖബാധിതയായിട്ടുള്ള അവൾക്ക് ആരെങ്കിലും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുമോ? ഇപ്പോഴും എക്സ് ഹസ്ബൻഡിനെ സ്നേഹിക്കുവാനായിട്ട് അവൾക്ക് എന്താ വട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ ആയിരുന്നു കമന്റ്സും ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ നിന്നെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടും ഇരിക്കുന്നത്. നിനക്ക് ഇത്രയും നാളും ട്രില്യൺ ക്ലബിലൊക്കെ ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ നടന്നതല്ലേ. പെട്ടെന്ന് ഒരു ദിവസമാകട്ടെ നിന്റെ ഫാമിലിക്ക് എല്ലാ പണവും നഷ്ടപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട് പോലും ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ നീ ഒരു ജൂലിയറ്റ് ആണെന്നൊക്കെ സെക്രട്ടറിനായും അവളോട് പറയുകയാണ്. ഞാൻ എന്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് പ്രണയത്തിലായതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കുവാനായിട്ട് പറഞ്ഞൊരു കള്ളത്തരമാണ് എന്റെ അസുഖം എന്ന രീതിയിലാണോ ആൾക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ചായിരുന്നു ഹെയ്ൻ ആലോചിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അതിനേക്കാളും ടെൻഷൻ അടിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ടെന്നൊക്കെയാണ് സെക്രട്ടറിനായും അറിയിക്കുന്നത്. അവളും ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാകട്ടെ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ഇടുവാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹെയ്ൻ മടങ്ങി വരുമ്പോഴത്തേക്കും ഇടുവാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഡ്രസ്സിന് വളരെ വലിയ തുകയൊക്കെ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. 6 മാസത്തിനകം അതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീരുന്നതായിരിക്കും. അതിനുള്ളിൽ നീയും തിരിച്ചെത്തണമെന്നാണ് സെക്രട്ടറിനായും ഹെയ്ന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അവളും നോക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പാകട്ടെ നീ എപ്പോഴും ഉറപ്പ് നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇതും ഉറപ്പ് നൽകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്രട്ടറിനായും ഹെയ്നെ ഹഗ് ചെയ്യുന്നു. ഡിവോഴ്സ് ചെയ്തതിനു ശേഷവും എക്സിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന രീതിയിലാണ് ഹെയ്നെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഹെയ്നും അതൊക്കെ ഹ്യുനുവിനും കാണിച്ചു കൊടുക്കുന്നു. ഹ്യുനുവും അതൊന്നും കാര്യമാക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പിറകിലുള്ള ആൾക്കാരൊക്കെ തന്നെ അവരെ വാച്ച് ചെയ്യുന്നതായിട്ടൊക്കെ ഹെയ്നും ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ഇത് വൺ സൈഡ് ലവ് ആണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. എല്ലാവരും തന്നെ സഹതാപത്തോടു കൂടിയാണ് എന്നെ നോക്കുന്നത്. അതൊക്കെ നീ വേണം മാറ്റി തരുവാൻ. അതുകൊണ്ട് തന്നെ നീയും എന്നെ സ്നേഹത്തോടെ നോക്കാനൊക്കെ ഹെയ്നും ഹ്യുനുവിനോട് പറയുന്നു. കുറെ നേരം ഹെയ്നെ ഹ്യുനു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് അവളുടെ തോളിലൊക്കെ കൈയിട്ടുകൊണ്ട് അവർ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതൊക്കെ നോക്കുകയായിരുന്നു. അവർ നേരെ ചെല്ലുന്നത് ഉൺസിങ്ങിന്റെ അടുത്തേക്കാണ്. ഇപ്പോൾ ഉൺസിങ്ങും ഹെയ്നും കൂടി സംസാരിക്കുമ്പോഴത്തേക്കും ഹെയ്നും നാളെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതായിരിക്കുമെന്നൊക്കെ അറിയിക്കുന്നു. അതായത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടും പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകാർക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവളും വീട്ടിലേക്ക് മടങ്ങുന്നത്. ഹെയ്നും ഇപ്പോൾ ഉൺസിങ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം തന്നെ മനസ്സിലാക്കി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഹെയ്ന്റെ ഒറ്റ പത്രസമ്മേളനം കാരണമായിരുന്നു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. നീ ഒരു തവണ എന്നെ പ്രൊവോക്ക് ചെയ്തു, അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒന്നുകൂടെ എന്നെ പ്രൊവോക്ക് ചെയ്യുവാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും വലിയ നഷ്ടങ്ങൾ നിനക്ക് നേരിടേണ്ടിയും വരുന്നതായിരിക്കുമെന്ന് ഹെയ്നും അറിയിക്കുന്നു. നീ ഇത് പറയുവാനായിരിക്കും എന്നെ വിളിച്ചതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്റെ കോളൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്റെ ഹൃദയം വല്ലാതെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് നിന്റെ അടുത്ത് എനിക്ക് ആദ്യമായി പ്രണയം ഉണ്ടായതെന്നോ, എത്ര കാലമായിട്ടാണ് ഞാൻ നിന്നോടുള്ള പ്രണയം എന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചതെന്നോ നിനക്കറിയാമോ എന്നൊക്കെ മുൻസിംഗ് ചോദിക്കുമ്പോഴത്തേക്കും ഹെയ്നും അതൊന്നും തന്നെ അറിയുവാനായിട്ട് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നീ ആയിരുന്നു എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? എന്നെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ട ആള് നീയായിരുന്നു. നീ എന്നെ സഹായിക്കുവാനായിട്ടായിരുന്നു അത് ചെയ്തതെങ്കിൽ പോലും ഞാനത് ഒരിക്കലും മറക്കുകയില്ല എന്നൊക്കെ ഹെയ്ൻ മുൻസിങ്ങിനോട് പറയുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിനക്കെന്നെ സ്നേഹിച്ചുകൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ലായിരുന്നല്ലോ. നീയുമായിട്ട് കൂടുതൽ ക്ലോസ് ആക്കുവാനായിട്ടായിരുന്നു ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൻസിങ് പറയുമ്പോഴത്തേക്കും ഹെയ്ന് കൂടുതൽ ദേഷ്യമാണ് അവന്റെ അടുത്ത് തോന്നുന്നത്. ഞാൻ അല്ലെങ്കിൽ പിന്നെ നിന്റെ സ്നേഹം അർഹിക്കുന്നത് ഹിനുവോ ആണോ? നിന്റെ അസുഖമൊക്കെ അറിഞ്ഞിട്ട് നിന്നെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് നോക്കിയ ആളാണ് ഹിൻവു. നീ ഇപ്പോൾ അസുഖം കാരണം അതെല്ലാം മറന്നു പോയോ എന്നൊക്കെ ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ എന്റെ ഒപ്പമുണ്ട്. അതാണ് എനിക്ക് നിനക്ക് നൽകുവാൻ സാധിക്കുന്ന മറുപടി എന്ന് പറഞ്ഞു ഹെയ്നും പോകുന്നു.
പിന്നീട് ഹിനുവിനെ കാണുമ്പോഴത്തേക്കും ഉൻസിങ്ങും നീ എന്തിനാണ് ഇപ്പോഴും ഹെയിന്റെ ഒപ്പം നിൽക്കുന്നത്? അവൾ മരിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് അവളുടെ അടുത്ത് ഇഷ്ടം തോന്നിയോ? അതോ അവൾ മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി തരുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇപ്പോഴും അവളുടെ ഒപ്പം ഉള്ളതെന്നൊക്കെയാണ് ഉൻസിങ് ചോദിക്കുന്നത്. നീ അവളെ ഉപേക്ഷിച്ച് പോകുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് നൽകുവാൻ തയ്യാറാണെന്നൊക്കെ ഉൻസിങ് പറയുമ്പോഴത്തേക്കും ഹ്യുൻവുവും പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഹ്യുൻവുവിനെ പ്രൊവോക്ക് ചെയ്യുവാനായിട്ടായിരുന്നു ഉൻസിങ് ശ്രമിക്കുന്നത്. അപ്പോൾ ആകട്ടെ ഉൻസിങ്ങിനെ തല്ലുവാനായിട്ടൊക്കെ ഹ്യുൻവുവും തുടങ്ങുന്നു. പക്ഷെ ഉൻസിങ് ആകട്ടെ ഹ്യുനുവിനെ തല്ലുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഉൻസിങ്ങിനെ ഹ്യുനുവും തല്ലുന്നു. എന്നെ ഹെയിന്റെ അടുത്ത് നിന്ന് മാറ്റുവാനായിട്ട് നിനക്ക് സാധിക്കുമെങ്കിൽ നീ അത് നോക്ക്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കില്ല. എപ്പോഴും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ ഹ്യുനുവും അവനെ അറിയിക്കുന്നു. ഉൻസിങ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കുമാണ് സ്യോൽഹിയും ചെയർമാനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന കാര്യമൊക്കെ പറയുന്നത്. മാത്രമല്ല ഹെയ്ൻ നിന്റെ ഹൃദയമൊക്കെ തകർത്തതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ സന്തോഷിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാണ് സ്യോൽഹി പറയുന്നതും. സ്യോൽഹിയും ഉൻസകിന്റെ മുഖത്തെ മുറിവൊക്കെ കാണുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചാന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാലം ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഏതൊരു പ്രശ്നം ഉണ്ടായാലും അത് മറ്റൊന്നിനേക്കാളും വലുതായിരിക്കുകയില്ല. നീയും ഇനിയും എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ വേദനിക്കുമെന്ന ആ ഒരു അഭിനയമൊക്കെ നിർത്തേണ്ടതായിട്ടുമുണ്ട്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഉൻസിങ്ങും പോകുന്നു. പക്ഷെ ഉൻസിങ്ങിനെ കാണുവാനായിട്ട് ആ ഒരു ബ്രോക്കറും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് തന്നെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലും ഹ്യുനു വെറുതെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവനും എന്റെ പേരിലെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തത് കൊണ്ട് കൂടുതലായിട്ടുള്ള അന്വേഷണമൊക്കെ വരും. പക്ഷെ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഡബിൾ കോൺട്രാക്ട് ഒക്കെ ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് നിനക്ക് ചെയർമാന്റെ സ്ഥാനം കിട്ടി. പക്ഷെ എനിക്കും ജയിലാണല്ലോ കിട്ടുവാനായിട്ട് പോകുന്നതെന്നൊക്കെയാണ് ബ്രോക്കർ മുൻസിങ്ങിനോട് പറയുന്നത്. ഉൻസിങ്ങുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ഹെയ്നും ഒരു ഹിന്റൊക്കെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഹ്യുനുവുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്കുമാണ് ഉൻസിങ് ഇതുവരെയായിട്ടും ചെയർമാന്റെ സീക്രട്ട് ആയിട്ടുള്ള ഫണ്ടൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന കാര്യം മനസ്സിലാക്കിയിട്ടില്ലെന്ന് അവർ അറിയുന്നത്. ചെയർമാൻ 3 കമ്പനികളിലായിട്ടായിരുന്നു പണമൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ 3 കമ്പനിയെ നിർത്തലാക്കുന്ന സമയത്ത് ആ ഒരു പണമൊക്കെ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലേക്ക് പോകുന്ന രീതിയിലുമാണ് അത് ചെയ്തതും. അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് മലേഷ്യയിൽ ഒരു ബാങ്കിലേക്ക് ആ പണവും ചെന്നെത്തി. ഉൺസിങ് മലേഷ്യയിലേക്കൊക്കെ ആളെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും അവന് ആ പണം ലഭിച്ചിട്ടില്ല. അതിനർത്ഥം മലേഷ്യയിൽ നിന്നും ആ ഒരു പണമൊക്കെ മാറ്റി എന്നതാണ്. ചെയർമാന്റെ സീക്രട്ട് ആയിട്ടുള്ള പണത്തെക്കുറിച്ചും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും എങ്ങനെയാണ് ഹ്യുനു അറിഞ്ഞതെന്നൊക്കെ ഹെയ്നും ഹ്യുനുവിനോട് ചോദിക്കുന്നു. 30ലേറെ വർഷമായിട്ട് ക്യൂൻസ് കമ്പനിയിലുള്ള പലർക്കും ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് സഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലരെയും ചെന്ന് കണ്ടപ്പോഴത്തേക്കും അവർ തന്നെ ആയിരുന്നു എന്നോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് ഹിനുവും അറിയിക്കുന്നത്. അവരും കുറെ കാലമായിട്ട് കഷ്ടപ്പെട്ട കമ്പനി ഇതുപോലെ നഷ്ടത്തിലാകുന്നതൊക്കെ സഹിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് എല്ലാ സത്യങ്ങളും എന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഹിനു പറയുമ്പോഴത്തേക്കും നീയും കമ്പനിക്ക് വേണ്ടി ആയിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഞാനും കമ്പനിക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് ഹിനു പറയുമ്പോഴത്തേക്കും ഹെയ്ൻ ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ആകട്ടെ നീ കമ്പനി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനും കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന് ഹിനു ഒരിക്കൽ കൂടി പറയുന്നു. മുൻസിംഗും ഹിനുവിനെതിരായിട്ട് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു കമ്മിറ്റിയിലേക്ക് ഹിനുവിന്റെ 3 ഫ്രണ്ട്സ് കൂടി എത്തുന്നു. ഞങ്ങൾ എല്ലാവരും ഹ്യുനുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഹ്യുനുവിന്റെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഇതൊരു ഓഡിറ്റ് നടക്കുന്ന സ്ഥലമാണ്, ഇവിടെ നിങ്ങളെ പോലെയുള്ള ആരെയും കടത്തിവിടുകയില്ല എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും പറയുകയാണ്. പക്ഷെ തങ്ങൾക്ക് ഇവിടെ വരുവാനായിട്ടുള്ള അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം ആർട്ടിക്കിൾസിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ്സും സംസാരിക്കുന്നത്. കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്തു എന്ന പേരിലായിരുന്നു ഇപ്പോൾ ഹിനുവിനെതിരായിട്ട് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആഗസ്റ്റ് 1-നും 2-നുമായിട്ടാണ് അവനും ഈ ഒരു കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്തതെന്നും, അങ്ങനെ ഇരിക്കെ ആഗസ്റ്റ് 6-നായിരുന്നു അവൻ ഇങ്ങനെ ഒരു കാര്യം ലീക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചതെന്നുമാണ് അവിടെ ഇരിക്കുന്ന ആളുകൾ അറിയിക്കുന്നത്. പക്ഷെ ജൂലൈ 28-ന് തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലേക്കുമുള്ള ആക്സസ് ഒക്കെ നിരോധിക്കപ്പെട്ടതായിരുന്നു. അതായത് അവന്റെ ID കാർഡോ കമ്പനിയുടെ കാർഡോ ലാപ്ടോപ്പോ ഒന്നും തന്നെ ജൂലൈ 28 മുതൽ അവന് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അതെല്ലാം തന്നെ അവന് തിരികെ കൊടുക്കേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ഹ്യുനു ചെയ്തതാകുന്നതെന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവന്റെ കാർഡ് ഉപയോഗിച്ചായിരിക്കുകയില്ല, വേറെ ഏതെങ്കിലും എംപ്ലോയീസിന്റെ കാർഡ് വെച്ചിട്ടായിരിക്കും അവനും രേഖകളൊക്കെ ചോർത്തിയിട്ടുണ്ടാക്കുക എന്ന് ടീമിലെ ആളുകളും പറയുന്നു. പക്ഷെ സാധാരണ ഒരു എംപ്ലോയിക്ക് ഒരിക്കലും VIP ലിസ്റ്റ് ഒന്നും കിട്ടുകയില്ല. VIP ലിസ്റ്റ് ആയിരുന്നു അവന് ചോർത്തിയെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് സാധ്യമാക്കുക എന്നൊക്കെ ഫ്രണ്ട്സും ചോദിക്കുകയാണ്.
അങ്ങനെ ആ ഒരു കേസൊന്നും നിലനിൽക്കുകയില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവിടെയുള്ള ആളുകളാകട്ടെ മറ്റൊരു കേസിനെ കുറിച്ച് കൂടി സംസാരിക്കുന്നു. അവനും ഒരുപാടെടുത്ത് അവന്റെ സൈനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ കമ്പനിയിൽ വലിയൊരു അഴിമതിയൊക്കെ അവൻ നടത്തിയെന്നുമാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ആ ഒരു സൈൻ എല്ലാം തന്നെ അവരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കുമാണ് എല്ലാ സൈനും ഒരേപോലെയാണ് ഉള്ളത്. അതായത് എല്ലാ സൈന്റെയും നീളവും വീതിയും എല്ലാം തന്നെ സെയിം ആണ്. അതിനർത്ഥം ഹ്യുൻമോന്റെ ഏതോ ഒരു സൈൻ എടുത്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എല്ലാ ഫയൽസിലും സൈനാക്കി മാറ്റിയെന്നതാണ്. സോ ഇത് മറ്റാരോ ചെയ്തതാണെന്നൊക്കെ ഫ്രണ്ട്സും അറിയിക്കുന്നു. ഹ്യുനുവിനെതിരായിട്ട് വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തെറ്റാണ്. പക്ഷെ തെറ്റായിട്ടുള്ള ആരോപണത്തിന്റെ പേരിൽ ഇവനെതിരായിട്ട് നിങ്ങൾ നടപടിയൊക്കെ എടുക്കുകയാണെങ്കിൽ 3 വർഷത്തോളം നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് കൂടി ഫ്രണ്ട്സ് അറിയിക്കുന്നു. ഹ്യുനുവിനെ കമ്പനിയിൽ നിന്നും പുറത്താക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ഉൻസിക്കും അവൻ സിമ്പിൾ ആയിട്ടൊക്കെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് കാണുമ്പോഴത്തേക്കും വല്ലാത്ത ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അവനും ഇപ്പോൾ ബ്രോക്കറിനെയൊക്കെ കോൾ ചെയ്തിട്ട് ഹ്യുനുവിനെ ഇല്ലാതാക്കുവാനായിട്ടും ആവശ്യപ്പെടുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.